വെസ്റ്റ് ഇൻഡീസിനെതിരായ വീറുറ്റ പോരാട്ടത്തിന് പിന്നാലെ സഞ്ജു സാംസൺ ഹെൽമറ്റ് നിലത്തിട്ടത് ICC ചട്ടങ്ങളുടെ ലംഘനമാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് വിരാമമാകുന്നു. ആ നിമിഷത്തിലെ വൈകാരികമായ പ്രതികരണം മാത്രമായിരുന്നു അതെന്നും താരം ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുന്നില്ലെന്നും മുൻ രാജ്യാന്തര അമ്പയർ അനിൽ ചൗധരി വ്യക്തമാക്കി. മത്സരത്തിന് പിന്നാലെ സഞ്ജു തന്റെ ഹെൽമറ്റും ബാറ്റും മൈതാനത്തേക്ക് ഇട്ടത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. സാധാരണ ക്രിക്കറ്റ് സാമഗ്രികളോട് അനാദരവ് കാണിക്കുന്നത് ICC പെരുമാറ്റച്ചട്ട ലംഘനമായാണ് കണക്കാക്കാറുള്ളത്. ബാറ്റോ ഹെൽമറ്റോ മനഃപൂർവ്വം നിലത്തിടുകയോ എറിയുകയോ ചെയ്യുന്നത് ലെവൽ 1 കുറ്റമായാണ് പരിഗണിക്കാറുള്ളത്. മാച്ച് റഫറിക്ക് ഇന്ത്യ നിയമലംഘനമായി തോന്നിയാൽ താരത്തിന് പിടിയോ വിലക്കോ ലഭിക്കാവുന്നതാണ്. എന്നാൽ ഈ വിഷയത്തിൽ അനിൽ ചൗധരി നൽകുന്ന വിശദീകരണം സഞ്ജുവിന് ആരാധകർക്കും വലിയ ആശ്വാസമാണ്. ആ നിമിഷത്തിന്റെ ആവേശം കൊണ്ടാണ് സഞ്ജു അങ്ങനെ ചെയ്തതെന്നും അതിൽ അനാദരവ് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സഞ്ജു അവിടെ ക്രിക്കറ്റ് ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ല. ദേഷ്യം പ്രകടിപ്പിക്കാനല്ല അദ്ദേഹം അത് ചെയ്തത്. ആ വിജയത്തിന്റെ സന്തോഷത്തിൽ വൈകാരികമായി സംഭവിച്ച ഒന്നാണെന്ന് അനിൽ ചൗധരി ചൂണ്ടിക്കാട്ടി. ചില താരങ്ങൾ ഔട്ടാകുമ്പോൾ ദേഷ്യപ്പെട്ട് ബാറ്റ് നിലത്തടിക്കുകയോ സ്റ്റംപിൽ അടിക്കുകയോ ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. അത്തരം സംഭവങ്ങളാണ് ICC ശിക്ഷാർഹമായ കുറ്റമായി കാണുന്നത്. വിജയറൺ നേടിയ ശേഷം ഹെൽമറ്റും ബാറ്റും താഴെയിട്ട് സഞ്ജു മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇത് ദൈവത്തോടുള്ള നന്ദി പ്രകടനമായാണ് വിലയിരുത്തപ്പെടുന്നത്. മത്സരശേഷം നടന്ന അഭിമുഖത്തിൽ സഞ്ജു തന്റെ വൈകാരിക അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഏറെക്കാലത്തെ കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ശേഷമുള്ള ആ വിജയം തനിക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് താരം പറഞ്ഞു. സാധാരണയായി ഇത്തരം സംഭവങ്ങൾ മാച്ച് റഫറി സൂക്ഷ്മമായി പരിശോധിക്കാറുണ്ട്. എന്നാൽ സഞ്ജുവിന്റെ പെരുമാറ്റത്തിൽ ആർക്കും ദോഷകരമായ ഒന്നും കണ്ടെത്താനായില്ല എന്നതാണ് വാസ്തവം. ഒരു മത്സരത്തിൽ നിന്ന് വിലക്കുകയോ ഡീമെറിറ്റ് പോയിന്റുകൾ നൽകുകയാണ് ഇത്തരം ലംഘനങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിൽ ഇത്തരമൊരു സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റിയത് സഞ്ജുവിന്റെ പക്വതയാർന്ന ഇന്നിംഗ്സ് ആയിരുന്നു. സമ്മർദ്ദഘട്ടത്തിൽ താരം പുലർത്തിയ ശാന്തത പ്രശംസനീയമാണ്. മറ്റ് താരങ്ങളെ പോലെ അമിതമായി ആക്രോശിക്കാനോ ബഹളം വെക്കാനോ സഞ്ജു മുതിർന്നില്ല. ഹെൽമറ്റ് താഴെ വെച്ച ശേഷം ശാന്തനായി പ്രാർത്ഥിച്ച താരത്തിന്റെ ചിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ക്രിക്കറ്റ് സാമഗ്രികളെ സ്നേഹിക്കുന്ന ഒരു താരമാണ് സഞ്ജു എന്ന് അനിൽ ചൗധരി ഓർമ്മിപ്പിച്ചു. അതിനാൽ തന്നെ അദ്ദേഹം അത് മനഃപൂർവ്വം അപമാനിക്കില്ലെന്ന് ഉറപ്പാണ്. ഈ വിജയത്തോടെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ ടീമിനെ അനിൽ ചൗധരി അഭിനന്ദിച്ചു. സഞ്ജുവിനെ പോലെയുള്ള താരങ്ങളുടെ ഫോം ടീമിന് വലിയ മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സഞ്ജുവിനെ ശിക്ഷിക്കരുത് എന്ന ഹാഷ്ടാഗുമായി നിരവധി ആരാധകർ രംഗത്തെത്തിയിരുന്നു. അനിൽ ചൗധരിയുടെ പ്രസ്താവനയോടെ ഈ ക്യാമ്പയിനുകൾക്ക് കൂടുതൽ കരുത്ത് ലഭിച്ചു. മഹേന്ദ്ര സിംഗ് ധോണിയെ പോലുള്ള മുൻ താരങ്ങളും ചില വിജയ നിമിഷങ്ങളിൽ സമാനമായി വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ട്. അന്നൊന്നും അത്തരം നടപടികൾ ICC എടുത്തിട്ടില്ല. ക്രിക്കറ്റിൽ അച്ചടക്കത്തിന് വലിയ സ്ഥാനമുണ്ട്. സഞ്ജു എന്നും അച്ചടക്കമുള്ള താരമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അധികൃതർക്ക് അദ്ദേഹത്തിന്റെ മേൽ മതിപ്പാട്. വിവാദങ്ങൾ ഒഴിയുന്നതോടെ സഞ്ജു സെമി ഫൈനൽ മത്സരത്തിനായുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ടീം ഇന്ത്യക്ക് വരാനിരിക്കുന്നത് വലിയ പോരാട്ടമാണ്. ഹെൽമറ്റ് വലിച്ചെറിയുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നതും ICC നോക്കാറുണ്ട്. ഇവിടെ സഞ്ജു പതുക്കെയാണ് അത് നിലത്തിട്ടത് എന്നത് ശ്രദ്ധേയമാണ്. ഔദ്യോഗികമായി ICCയിൽ നിന്ന് യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് സൂചിപ്പിക്കുന്നത് സഞ്ജുവിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ പ്രതിഭയും വിനയവും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. വിവാദങ്ങൾ അവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ താരത്തിന്റെ മികച്ച ഇന്നിംഗ്സിനെ മാത്രം ഓർക്കുന്നു.